അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റവ അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെയാണ് 1 കപ്പ് പാലും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചൂട് പാലൊന്നുമല്ല, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് റവയ്ക്ക് 250 ml കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പാലങ്ങ് ഒരുപാട് വെള്ളം ചേർത്ത പാൽ എടുക്കരുത്, നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാനായിട്ട്. പാക്കറ്റിലുള്ള പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൂം ടെമ്പറേച്ചറിലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതല്ല നമ്മൾ സാധാരണ കടകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ നിന്നോ ഒക്കെ വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ റവയല്ലേ, റവയെല്ലാം ഒന്ന് കുതിർന്ന് ഇതൊന്ന് സോഫ്റ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ പാലൊഴിച്ച് റവ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, റവയെല്ലാം നല്ല കുതിർന്ന് സോഫ്റ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്തെടുത്ത റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുതിർത്ത് റവ എടുത്താൽ മാത്രമേ നല്ല മയത്തിൽ നമുക്ക് ഈ റവ അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ കുതിർത്തെടുത്തിട്ടുള്ളത്. റവ മുഴുവനും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്ക ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര ചേർക്കാതെ പൊടിച്ച ഏലക്കപ്പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കപ്പൊടി ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം. ഇനി നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളമോ പാലോ ഒന്നും ചേർക്കാതെ നല്ല മയത്തിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഇതാ നല്ല മയത്തിൽ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒട്ടും പാലോ വെള്ളമോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ റവ കുതിർത്തെടുത്തതുകൊണ്ട് വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് 250 ml കപ്പ് 1 കപ്പ് ശർക്കരയാണ്. ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഉരുക്കിയതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് ലൂസാക്കരുത്, ചെറിയൊരു കട്ടിക്ക് വേണം ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ശർക്കര ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഇതാ ശർക്കരയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പം ഞാനിപ്പോൾ കല്ലുമണ്ണും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്, പുട്ടുപൊടിയൊന്നും എടുക്കരുത്. വീണ്ടും ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിൽ നിന്നും വീടുകളിൽ നിന്നും വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് അതിൻ്റെ ചൂട് മാറിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ലാസ്റ്റ് ഇപ്പോൾ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പാലാണ് നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടി എടുക്കുന്നത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് ചേർത്ത പാൽ പിരിഞ്ഞൊന്നും പോവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് 2 നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി, ഒരുപാട് ആയി പോകരുത്. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഇതാ വീണ്ടും മാവിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ് ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം കറക്റ്റാണ്. ഇനി ഇതിൽ നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അടിച്ചെടുത്ത മാവ് ബൗളിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് മാത്രം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി മാവ് ജാറിൽ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ബൗളിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല.
ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു ചോറ്റ് പാത്രത്തിന്റെ അടപ്പ് ഞാനൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണേ. നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോറ്റ് പാത്രത്തിന്റെ അടപ്പ് എടുത്തിട്ടുള്ളത്. ഒരു 10 സെക്കൻഡ് നല്ലതുപോലെ ഈ അടപ്പൊന്ന് ചൂടാവണം. അപ്പോൾ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അടപ്പ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം അടപ്പ് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിന്റെ ഉള്ളിലുള്ള എണ്ണയെല്ലാം ഒന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ അടപ്പിന്റെ ഒരു അരഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ അടപ്പിൽ നിന്നും മാവ് ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ ഇതാ ഉരുണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 സെക്കൻഡ് ആയപ്പോൾ തന്നെ അടപ്പിൽ നിന്നും മാവ് ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഈ അടപ്പ് എടുത്ത് മാറ്റരുത്. ഈ അടപ്പിൽ തന്നെ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം നല്ലൊരു ഗോൾഡൻ നിറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇത് മീഡിയം ഫ്ലെയിം ആണ് വെച്ച് കൊടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടിയിടരുത്. എന്നാൽ പിന്നെ ഇതിന്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും ഒക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വീട്ടിൽ കുറച്ച് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ പാലും ഒക്കെ ഉള്ളതാണല്ലോ. രണ്ട് വശവും ഇതാ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പന്ത് പോലെ ഉരുണ്ടിരിപ്പുണ്ട്. കാണാൻ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വീണ്ടും ഈ അടപ്പ് ഇതുപോലെ എടുക്കാൻ മാറ്റിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം അടപ്പ് നല്ലതുപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിതിലെ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ അടപ്പ് നല്ലതുപോലെ ചൂടാക്കിയിട്ട് മാവ് ഒഴിക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ എണ്ണയിൽ കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ 10 സെക്കൻഡ് ഈ അടപ്പ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. അടപ്പ് ആദ്യത്തെ പ്രാവശ്യം മാത്രം അടപ്പ് നല്ലോണം ചൂടാക്കുക, അല്ലെങ്കിൽ പിന്നെ മാവ് ഇളകി വരില്ല. അപ്പോൾ രണ്ടാമത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വീണ്ടും 10 സെക്കൻഡ് ചൂടാക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഗോൾഡൻ നിറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ. ഇപ്പം നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പലഹാരമെല്ലാം എന്താ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല ബോള് പോലെ നല്ല ഉരുണ്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഉള്ളൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നല്ല ചൂടാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്